പാൻ ഇന്ത്യൻ വിജയം തുടരാൻ ദുൽഖർ വീണ്ടും എത്തുന്ന വാർത്ത ശരിക്കും ആരാധകരെ ഞെട്ടിച്ചിരുന്നു. അടുത്ത ഹിറ്റടിക്കാൻ കച്ചകെട്ടിയിരിക്കുകയാണ് ദുൽഖർ. ഇനി കളത്തിൽ കാന്ത വാഴുമെന്ന് ഉറപ്പാണ്. ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ചിത്രമാണ് കാന്ത. സെൽവമണി സെൽവരാജാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വൻ തുകയ്ക്ക് വിറ്റുപോയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നെറ്റ്ഫ്ലിക്സ് ചിത്രത്തിന്റെ റൈറ്റ്സ് സ്വന്തമാക്കിയതായും റിപ്പോർട്ടുകൾ വരുന്നു. ഈ മാസം ചിത്രത്തിന്റെ ടീസർ പുറത്തുവിടാൻ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്തതായും റാണ ദഗുപതിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അടുത്തതായി പുറത്തുവിടുമെന്നും സൂചനകളുണ്ട്. നേരത്തെ പുറത്തുവിട്ട ദുൽഖറിന്റെ ക്യാരക്ടർ പോസ്റ്ററിന് മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. 1950 കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ പറഞ്ഞു പോകുന്നത്. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫർ ഫിലിംസ്, റാണ ദഗുപതിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ഈ ബഹുഭാഷാ ചിത്രം നിർമ്മിക്കുന്നത്. ജോം വർഗീസ്, പ്രശാന്ത് പോട്ട്ലൂരി തുടങ്ങിയവരും ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാണ്. വേഫർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷ ചിത്രം കൂടിയാണ് കാന്ത. തമിഴ്, മലയാളം, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാണ്. ഒരു നടനെന്ന നിലയിൽ മികച്ച പ്രകടനത്തിന് അവസരം നൽകുന്ന ഈ ചിത്രം മനുഷ്യവികാരങ്ങളുടെ ആഴം പിടിച്ചെടുക്കുമെന്ന മനോഹരമായ ഒരു കഥയാണ് പറയുന്നതെന്ന് ചിത്രത്തിന്റെ പ്രഖ്യാപന വേളയിൽ ദുൽഖർ സൽമാൻ തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും പാൻ ഇന്ത്യയിൽ തന്നെ ഹിറ്റടിക്കാൻ പോകുന്ന ദുൽഖറിന്റെ സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.